ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ട് ട്രെയിനിൽ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ മഹാരാഷ്ട്ര എത്തിക്കാണും വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ, ഒരു അറൗണ്ട് 11 മണിയായി കാണും. എണീച്ചപ്പോൾ ട്രെയിനല്ലേ, കുഴപ്പമില്ല, സാരമില്ല കൂടെ എണീച്ച് എന്തെയ്യുന്നു, പല്ല് തേക്കാനുണ്ടായിരുന്നു. പല്ല് തേച്ച് ബ്രഷൊക്കെ എടുത്ത് എന്താ പറയുക, അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, യൂട്യൂബ് എടുക്കണേ, വ്ലോഗ് എടുക്കണേയാണല്ലേ നീ എന്ന് പറയാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഷെയ്ൻ വന്നിട്ടായിരുന്നു. ഇതാണ് ഷെയ്നായിട്ട് പല്ല് തേച്ചിട്ട് വരാം. ടണലിനുള്ളിൽ കാണാം. ഇനിയുള്ള വ്ളോഗിലും വീഡിയോസിലൊക്കെ നിങ്ങൾ ഇവരെ പരിചയപ്പെടും കേട്ടോ. അങ്ങനെ ഫ്രഷായി വന്നിട്ട് താഴ്ത്തിരുന്നു കേട്ടോ. അങ്ങനെ എണീച്ചപ്പോൾ തന്നെ എന്തോ ഒരു പണി കിട്ടിയിരിക്കും. പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറിന് നല്ല അസൽ 8ൻ്റെ പണി കിട്ടിയിരിക്കും കേട്ടോ. പിന്നെ അത് തന്നെ വയറിന് നല്ല പണിയുണ്ട് കേട്ടോ. പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫോഗൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഉച്ചയായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നോ, നമുക്ക് ഇരിക്കാൻ പറ്റില്ല, അത്രക്കും ചൂടായിരുന്നു കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടേക്ക് രാവിലെ തന്നെ കാലി വയറ്റിൽ തന്നെ ഞാൻ തരുന്ന മറ്റേ വടാപ്പാവ് കഴിച്ച്, അതിൻ്റെ പണിയും കൂടിയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തെന്ന ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രെയിനിൽ ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് വയറിളക്കവും ഛർദിയും വന്നു. പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ എന്താ പറയുക, മറ്റേ മുളക് വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പല്ലൊടിഞ്ഞോ? ഇനി നമുക്ക് റോബസ്റ്റ് പഴം. ഇവിടുത്തെ റോബസ്റ്റ് യെല്ലോ കളർ റോബസ്റ്റ് ആണ്. എന്തോ രക്തഗിരി ആയപ്പോഴാണ് കേട്ടോ ഈ യെല്ലോ കളർ റോബസ്റ്റ് പഴം വന്നിട്ടുണ്ട്. പിന്നെ ബേക്കറി വാങ്ങിച്ചതിൽ ഒരു യൂണിബിക്കിൻ്റെ ചോക്കോ ചിപ്സ് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു കഷ്ണം പ്ലം കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടണത് ഓരോന്നും കഴിക്കും. അപ്പുറത്തുള്ളവരൊക്കെ എന്താണ് പഴവും ജാമും കൂട്ടിയൊക്കെ ചെയ്യുന്നത്, എങ്ങനെയൊന്നും എനിക്കറിയാൻ പാടില്ല. എനിക്ക് വേണ്ട. ഓ നൈസ്. എന്താണ് ബ്രെഡ്, എന്താണ് ചപ്പാത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ കിടക്കാൻ പോയിട്ട് ശരി, എനിക്ക് ഭയങ്കര ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോയി. അതിട്ട് എണീച്ച് പിന്നെ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ഈ കപ്പുറത്തും അതൊക്കെ ഇരുന്ന് തിന്നണേനു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തുള്ള ഫുഡ് ആന്റണി അതിലെന്താ കറിയാണ് ചേച്ചി, കാട്ടിടി ഓരോന്ന് കാണിക്കും. പൻവേലെത്തിയപ്പോഴേക്കും നമുക്ക് കേരള ഫുഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പയറ്, അച്ചാറ്, കടല, പിന്നെന്താ സാമ്പാറും, പിന്നെന്തോ നല്ല ഈ വെള്ളക്കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പപ്പടം, കൊണ്ടാട്ടമുളകൊക്കെ. ഇച്ചിരി കുടിച്ചാൽ കുട്ടി അടിച്ചു പോട്ടെ. മതി
എനിക്ക് വാരിത്താട്ട എന്നാ ഞാൻ വീഡിയോ എടുത്തരുള്ളൂ കേട്ടോ. എന്താ ഫൗളാണ്. ഞാനൊന്നും ഒരു പ്ലേറ്റ് ഒന്നും ഫുള്ളും കഴിച്ചൊന്നുമില്ല. ഞാനും തച്ചും കൂടി ഷെയർ ആയിരുന്നു. എന്നിട്ടും ഫുഡ് ബാക്കിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് വേറെ ഉള്ള ഫ്രണ്ട്സിനെ കൊടുത്ത് കഴിച്ചു. അച്ചാറും കടലയും വേറെ വേണമെന്നില്ല. ചിരിപ്പൂടെ സാമ്പാർ കൊണ്ട് പിടിച്ചിട്ട് വീട്ടില് മീൻ കറിഞ്ഞ കറിയാൻ നോക്കൂല. ഉച്ചക്കത്തെ ഫുഡ് വെച്ചിട്ട് ഒന്ന് ഉച്ച വയ്ക്കിട്ട് പറ. ട്രെയിനിലാണ് രാത്രി അത്യാവശ്യം കുഴപ്പമില്ല. ചോറിന സമയമില്ല. ഇതാണ് ചിക്കൻ കറി. ചിക്കൻ കറി രാത്രിത്തേക്ക് കഴിക്കേണ്ട ബ്രെഡും ഇറച്ചിക്കറിയും കുറുമക്കറിയായിരുന്നു. കുറുമക്കറി വലിയ കൊള്ളൂലായിരുന്നു. പിന്നെ ഇറച്ചിക്കറി പിന്നെയും കൊള്ളുന്നുണ്ട്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിൻ്റെ രാത്രി ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. കിടക്കാൻ പോയത് എന്നിട്ട് കിടന്നിട്ടും കഥ പറയേണ്ടിയിരുന്നു കേട്ടോ. രാത്രി ആയപ്പോഴേക്കും നല്ല തണുപ്പായിട്ടോ. അങ്ങനെ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.